കുമ്പഴ ദാമോദരൻ സാറ് കേരളത്തിലെ ബുദ്ധ കൗൺസിലിലെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ, ഒരു ദാസൻ, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലെ ബുദ്ധമതത്തിൻ്റെ ചരിത്രം, കേരളത്തിലെ ബുദ്ധമതത്തിൻ്റെ ചരിത്രം. ബുദ്ധമതം ആരംഭിക്കുന്നത് അശോകന്റെ കാലത്താണ്. അശോകന് മുൻപ് തന്നെ ബുദ്ധൻ ജനിച്ചിരുന്നു. ബുദ്ധൻ ജനിച്ചത് BC 563. അശോകന്റെ പീരീഡ് എന്ന് പറയുന്നത് BC 232-74. അശോകന്റെ കാലത്താണ് ബുദ്ധമതം എന്നൊരു മതം നിലവിൽ വരുന്നത്. അദ്ദേഹം ബുദ്ധൻ്റെ ടീച്ചിങ്സ് ക്രോഡീകരിക്കുകയും അത് ലോകം മുഴുവൻ, അന്നത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ഒപ്പം അദ്ദേഹത്തിന് 2 മക്കളായിരുന്നുണ്ട്. ഒന്ന് സംഘമിത്ര, മറ്റൊന്ന് മഹേന്ദ്രൻ. ഈ 2 പേരെയും ചക്രവർത്തിമാരാക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. ബുദ്ധൻ്റെ ടീച്ചിങ്സ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് ബുദ്ധ സന്യാസിമാരായിട്ടാണ് അദ്ദേഹം നിയോഗിച്ചത്. ഇവരെ BC 250 കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ ബുദ്ധിസം ഉണ്ടായിരുന്നു. അവർ വന്നത് ശ്രീലങ്കയ്ക്ക് പോകാനാണ്. ഇവിടെ അവർക്ക് ബുദ്ധിസം പ്രചരിപ്പിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അന്നത്തെ ആളുകൾ അപ്പോഴത്തേക്കും ബുദ്ധമതം സ്വീകരിച്ചു കഴിഞ്ഞില്ല. എങ്ങനെ സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ കേട്ടുകേഴ്വിയോടും സ്വീകരിച്ചതാണ്. അതല്ലാതെ ഇന്നത്തെ പോലെ റേഡിയോ, ടെലിവിഷൻ, പത്രങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടതല്ല. അപ്പോൾ ബുദ്ധിസം അവര് BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ ബുദ്ധിസം ഇവിടുത്തെ ആളുകൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന പട്ടികജാതിക്കാർ, അതായത് കുറവർ, പറയർ, പുലയർ, വേടർ, പുള്ളുവൻ തുടങ്ങിയ ഗോത്രങ്ങളായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. അവർ ഈ ബുദ്ധിസം സ്വീകരിച്ചതിന് ശേഷം കൃഷി, കന്നുകാലികൾ വളർത്തലിലൂടെ പ്രശസ്തരാവുകയും നമ്മുടെ നാട് നീളെ വിഹാരങ്ങൾ ഉണ്ടാക്കുകയും പള്ളിക്കൂടങ്ങൾ, പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടം, വിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അവർ സമ്പന്നരായി. 8-ാം നൂറ്റാണ്ട് വരെ അവർ സമ്പന്നരായിരുന്നു ചരിത്രത്തിൽ. 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രാഹ്മണരുടെ കടന്നുകയറ്റം ഇങ്ങോട്ടുണ്ടായി. ആദ്യം വരുന്നത് 7-ാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി പരശുരാമനാണ് വന്നതെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ആയിരിക്കാം. പക്ഷെ പരശുരാമൻ്റെ കൂടെ കുറേ മറ്റ് ആളുകൾ കൂടെ ഇവിടെ വന്നു. അവരിവിടെ വന്നതിന് ശേഷം അവരുടെ ആധിപത്യത്തിന് വേണ്ടി ഇവിടെയുള്ള ആളുകളെ ആഭ്യന്തര കലാപത്തിലൂടെ തകർക്കുകയും അങ്ങനെ അവരുടെ അധീനതയിൽ, അതായത് സവർണരുടെ, ബ്രാഹ്മണരുടെ അധീനതയിൽ ആക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേരളമായത്. 8-ാം നൂറ്റാണ്ടും 12-ാം നൂറ്റാണ്ടും ഇടയ്ക്കുള്ള 400 കൊല്ലമാണ് ഇവിടെ ആഭ്യന്തര കലാപം ബുദ്ധിസ്റ്റുകളും ബ്രാഹ്മണിസവും തമ്മിൽ നടത്തിയത്. 400 കൊല്ലം. ഈ 400 കൊല്ലം കൊണ്ട് ഇവരെ അടിമകളും ഐത്തക്കാരുമായി, ആരെയും ബുദ്ധിസ്റ്റുകൾ. അതാണ് ഇതിൻ്റെ ചരിത്രം. 10-ാം നൂറ്റാണ്ടിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് വരെ നോക്കുന്ന അടിമകളും ഐത്തക്കാരും ആണ് ഇവിടുത്തെ അന്നത്തെ ബുദ്ധിസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നീട് പല ആളുകൾ വന്നു. ഇതേ ആളുകൾ തന്നെയാണ്, ബുദ്ധിസ്റ്റുകൾ തന്നെയാണ് 12-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിയായതും 16-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിയായതും. സെൻറ് തോമസ് 52-ൽ ഇവിടെ വന്നു എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല. അന്ന് അവർ സെൻറ് തോമസ് വരുന്ന സമയത്ത് ഇവിടെ ബ്രാഹ്മണരില്ല. അപ്പോൾ സെൻറ് തോമസ് വന്ന ഉടനെ
ക്രിസ്ത്യാനികളായി എന്ന് പറയുന്നതും ഇവിടുത്തെ ഈ ബൗദ്ധര് തന്നെയാണ്. മുസ്ലിങ്ങളായതും ബൗദ്ധര് തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഈ ബ്രാഹ്മിനിസം ഇങ്ങോട്ട് കടന്നു വന്നതോടുകൂടി നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം അപ്പാടെ മാറുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വന്നുകൊണ്ടത് തന്നെ ജാതിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്ങനെ അവർ വിഭജിച്ചു? ബ്രാഹ്മിനിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം, സോഷ്യലിസം, ഗാന്ധിയിസം എന്ന് പറയുന്നത് ബ്രാഹ്മിനിസം എന്ന് പറയുന്നത് ഒരു ഇസമാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, 4 വർഗങ്ങൾ. അവരാദ്യം തന്നെ ഈ ആര്യന്മാർ 3 വർഗമായിട്ട് വിഭജിച്ചു. ഇന്നൊക്കെ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വേദകാലത്ത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ എന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. 1000 കൊല്ലം കൂടെ കഴിഞ്ഞ ഉടനെ ശൂദ്രന്മാരെന്ന ഒരു വിഭാഗത്തെ തദ്ദേശീയരായ ആളുകളെ അവരുടെ ദാസ്യവേലയ്ക്കായിട്ട് നിയോഗിച്ചു. അവരാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. ഈ ശൂദ്രനിൽ തന്നെ 2 വിഭാഗം ഉണ്ടായി, ആദിശൂദ്രനും ശൂദ്രനും. ആദിശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആദിദ്രാവിഡർ, പിന്നത്തെ ശൂദ്രന്മാർ. ഇവർ തമ്മിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യരെ സേവിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തവരാണ് ശൂദ്രർ. അതെന്ന് പറഞ്ഞാൽ ദ്രാവിഡർ. ആദിദ്രാവിഡർ അതിൽ നിന്നും പിണങ്ങി മാറിയവരാണ്. ഈ ദ്രാവിഡ ഗോത്രങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറയല്, പലയര്, ഉറവരെന്ന് നമ്മുടെ കേരളത്തിൽ പറയുന്ന ഈ ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങൾ തന്നെയാണ് ഇപ്പം 108 ഗോത്രങ്ങളായിട്ട് ജാതികളായി വന്നു വരുന്നത്. അന്ന് ജാതിയില്ല. ജാതി ഉണ്ടെന്ന് ചിലർ പറയുന്നത് തെറ്റാണ്. ബൗദ്ധ പീരീഡ് ജാതിയില്ല, അന്ന് ഗോത്രങ്ങളെ ഉള്ളൂ. ഭഗവാൻ ബുദ്ധൻ തന്നെ ഗോത്രത്തിൽപ്പെട്ടയാളാണ്, ശാക്യ ഗോത്രമാണ്. അതുപോലെ ഗോത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗോത്രങ്ങൾ പിന്നെ ജാതിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. 4 ബ്രാഹ്മിനിസം. അപ്പം 4 വർണ്ണങ്ങൾ 4000 ജാതികളായിട്ട് പിന്നെ വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തു പോയത്. ഡിവൈഡ് ചെയ്ത് പിന്നെ ജാതിയും ജാതിയുമായിട്ട് ഇണങ്ങാതെ യാതൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ നമ്മുടെ നാട് ഇത്രമാത്രം അധപ്പതിച്ച് നശിച്ച് നാമാവശേഷമായത് ബ്രാഹ്മിനിസത്തിൻ്റെ വരവോടുകൂടിയാണ്. അപ്പം ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് ക്ഷേത്രങ്ങളുടെ പൂജാരികളായിട്ടും മറ്റേ നേരത്തെ പറഞ്ഞ ശൂദ്രർ എന്ന് പറയുന്നവർ മണ്ണിൽ പണിയെടുക്കുന്നവരായിട്ടും ഒരു ഇതാണ് നമ്മുടെ പിക്ചർ ഇന്നത്തെ കേരളത്തിലുള്ള. അത് ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെ ഉണ്ടായി? അത് ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതാണ്. അത് ഈ കാലഘട്ടത്തിൽ തന്നെ ബ്രാഹ്മണരെ, ഈ ശൂദ്രരെ, തദ്ദേശീയരായ ആളുകളെയാണ് ശൂദ്രരെന്ന് പറയുന്നത്. അവരെ അവരുടെ ദാസ്യവേലയ്ക്ക് വേണ്ടി നിയോഗിക്കുകയാണ് ചെയ്തത്. അതിനൊരു ഭരണഘടനയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പോലെ അവർക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ പേരാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. ആ മനുസ്മൃതിയുടെ 127 ക്ലോസ് അനുസരിച്ചാണ് ശൂദ്രനുൾപ്പെടെ എല്ലാവരും ചണ്ടാളന്മാർ. ദാസ്യവേലയാണ്. അവർക്ക് സ്വന്തമായിട്ട് യാതൊന്നും ഇല്ല. അവർക്ക് സ്വന്തമായിട്ടുള്ളതെന്ന് പറയുന്നത് കഴുതകളും പട്ടികളും. അല്ല വീടുണ്ടാക്കാനോ തുണി വാങ്ങിച്ചാൽ തന്നെ അത് ചെളിയിൽ മുക്കി ഉപയോഗിക്കണമെന്നാണ് അന്നത്തെ ബ്രാഹ്മിൻസിൻ്റെ ചാതുർവർണ്ണ്യം മറ്റേ ഇതിനകത്ത് വരുന്നത്, മനുസ്മൃതിയിൽ വരുന്നത്. മനുസ്മൃതിയാണ് നിയമം. ആ മനുസ്മൃതി ഇപ്പോൾ ഭരണഘടന വന്നു. 50 ജനുവരി 26 നമ്മുടെ ഭരണഘടന വന്നു. ഭരണഘടന വന്നിട്ടും പല സ്ഥലത്തും മനുസ്മൃതി തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടാണ്? ജാതി നിലനിൽക്കുന്നതുകൊണ്ട്, ജാതിയും വർണ്ണവും നിലനിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴൊരു കൊലപാതകം നടന്നില്ലേ? ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതിൻ്റെ ദുരഭിമാന കൊലപാതകം ഇപ്പോൾ കേരളത്തിൽ 2ആയെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഒരു ജാതിയിൽ നിന്നും വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണിനെയോ ആണിനെയോ കല്യാണം കഴിച്ചാൽ തമ്മിൽ കൊല്ലുക എന്നൊരു സമ്പ്രദായം കേരളത്തിൽ ഇതുവരെ ഇത്രയും രൂക്ഷമായ ജാതി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതുകൊണ്ട് ഇപ്പോൾ 2 സംഭവമായി. അത് ജാതി നിലനിൽക്കുന്നുണ്ടാ? ജാതി നിലനിൽക്കുമെങ്കിൽ അതുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. മനുസ്മൃതിയാണ് ഇന്നും നിയന്ത്രിക്കുന്നത്. അംബേദ്കറുടെ ഭരണഘടന നടപ്പിലാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ 60 കൊല്ലം കൊണ്ട് ഈ രാജ്യം സ്വർഗമാകുമായിരുന്നു. ബാബാ സാഹേബ് ഭരണഘടനയെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ നല്ലവരായിരുന്നാൽ ഭരണഘടന നല്ലതായിരിക്കും.
മോശക്കാർ കൈകാര്യം ചെയ്തിരുന്നാൽ ഭരണഘടനയും മോശമായിരിക്കും, കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ 10-60 വർഷത്തെ നമ്മുടെ ഭരണം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഭരണഘടന നടപ്പിലാക്കിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രയാസമില്ല നടപ്പ് എന്ന കാര്യം. ഇന്നും ജാതി നിലനിൽക്കുകയാണല്ലോ, ഐക്യം നിലനിൽക്കുകയാണല്ലോ, അൺടച്ചബിലിറ്റി നിലനിൽക്കുകയാണല്ലോ, അടിമത്തം നിലനിൽക്കുകയാണല്ലോ. ഇതെല്ലാം നിൽക്കുക. ഭരണഘടന നടപ്പിലാക്കിയിട്ടില്ലെന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല. നടപ്പിലാക്കിയാൽ സ്വർഗമാണ് നമ്മുടെ രാജ്യം. ഇപ്പം അരാത്മനോട് സ്വർഗമാകുമായിരുന്നു, ഒരു സംശയമില്ല. ഇപ്പോഴും അത് ബഹുഭൂരിപക്ഷം ഭരണകർത്താക്കളെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തിലെ ഭരിക്കുന്ന അതിൻ്റെ നേതാക്കന്മാരെല്ലാം അവർ സവർണരാണ്, ബ്രാഹ്മണരാണല്ലോ, ബ്രാഹ്മണരോട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണല്ലോ. അവർ ഭരണഘടന അതുപോലെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ഇതിൻ്റെ റിസൾട്ട്. അതിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അവർ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ രാജ്യം സ്വർഗമാകുമായിരുന്നു. അത് തന്നെയാണ് പറയുന്നത്. അത് നടപ്പിലാക്കിയിട്ടില്ല, നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഈ രാജ്യം ഇങ്ങനെ തന്നെ പോകും, ഒരു സംശയമില്ല. ബുദ്ധിസ്റ്റുകൾക്ക് ജാതിയില്ല, അവർക്ക് ജാതിയില്ല, അവർക്ക് ഐക്യമില്ല, അവർക്ക് അൺടച്ചബിലിറ്റി ഇല്ല, അവർക്ക് അടിമത്വമില്ല. മനുഷ്യനേ ഉള്ളൂ. മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. അതിവിടെ ഇല്ലല്ലോ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ബുദ്ധമതമാണോ ബുദ്ധമാർഗമാണോ? എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം. ബുദ്ധമാർഗം എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫ്, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച്, ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരിക, അരവയർ ഭക്ഷണം, അരവയർ എം ടി, അരവയർ എം ടി അല്ല, അരവയറിൽ കാൽഭാഗം പിന്നെ വെള്ളം, കാൽഭാഗം വായു, അങ്ങനെയാണ്. അരവയർ ഭക്ഷണം, കാൽഭാഗം വെള്ളം, കാൽഭാഗം വായു. ഇതാണ് ജീവിത രീതിയാണ്. വൈകിട്ട് ഭക്ഷണം കഴിക്കത്തില്ല, സന്ധ്യ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കത്തില്ല, രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് ഒരു ഭക്ഷണമേ ഉള്ളൂ. അത് കഴിക്കുന്നതും ഇങ്ങനെയാണ്, അരവയറേ കഴിക്കാവൂ. അതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട് ബുദ്ധിസത്തിൽ. എനിക്കിപ്പോൾ 82 വയസ്സുണ്ട്. ഈ 82 വയസ്സ് വരെ ജീവിക്കാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ബുദ്ധൻ്റെ മാർഗം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ല വേറെ ഒരു കാര്യമില്ല. ചിലപ്പോൾ ഈ മാർഗം തെറ്റി ജീവിക്കുന്നവരും ചിലപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ചെന്ന് വരാം. പക്ഷെ എന്നാലും ബുദ്ധൻ പറഞ്ഞ രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ബുദ്ധിസം എന്ന് പറയുന്നത് ദുഃഖത്തിന് പരിഹാരമാണ്. ദുഃഖം, മനുഷ്യന് ദുഃഖമുണ്ട്. ഈ ദുഃഖത്തിനൊരു കാരണമുണ്ട്, കാരണത്തിന് പ്രതിവിധിയുണ്ട്, അതിന് പ്രതിരോധമുണ്ട്. അപ്പം ദുഃഖമുണ്ട് എന്ന് ദുഃഖം കാരണമില്ലാതെ ദുഃഖം ഉണ്ടാകില്ല. ഈ ദുഃഖ നിരോധനമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. സിമ്പിളായിട്ട് പറയണം, ഒരു മനുഷ്യന് ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിന് പരിഹാരം അത് അവൻ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്, അല്ല വേറെ ആരുമല്ല. ദുഃഖ നിരോധനമുണ്ട്, ദുഃഖ പരിഹാരമുണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്. ആ കാരണം കണ്ടുപിടിച്ച് ദുഃഖം വരാതിരിക്കുന്നതിന് ശ്രമിക്കുക. അതാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ദുഃഖ നിരോധനമാണ് ബുദ്ധിസം, അല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ചിലപ്പോൾ വേറെ പലതും ധരിച്ചു വെച്ചിരിക്കുക. പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോൾ വളരെയധികം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മതം പോലെ, ഒരു മാർഗം പോലെ തോന്നുന്നു ബുദ്ധിസം. എന്ത് പറയുന്നു? ഹിന്ദുമതവും ഹിന്ദുമതം എന്ന് പറയുന്നത് ബ്രാഹ്മിനിസം, ആര്യൻ്റെ മതമാണ്. ആര്യന്മാർ ഇവിടുത്തുകാരല്ലെന്നാണ് ഇന്ന് വരെയുള്ള അറിവ്. ആര്യന്മാർ വിദേശികളാണ്. ആ വിദേശികളുടെ മതമാണ് ആര്യമതം. അതേ ആര്യമതമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ബ്രാഹ്മിനിസം. ഈ ബ്രാഹ്മിനിസം നിലനിൽക്കുന്ന കാലം വരെ ഇങ്ങനെ പോകും. അല്ലേ? ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ പറയുന്നു ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. ഹൈന്ദവ രാജ്യം അല്ല ഇത്. അങ്ങനെയാണെങ്കിൽ ദ്രാവിഡ രാജ്യം എന്ന് പറഞ്ഞൂടെ? ആദിദ്രാവിഡ ലോക സംസ്കാരത്തിന് തുല്യമായ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എല്ലാ ചരിത്രകാരന്മാരും പറയുന്നുണ്ടല്ലോ. അത് ഏത് ഹിന്ദു സംസ്കാരമാണോ? അല്ലല്ലോ. ദ്രാവിഡ സംസ്കാരമാണ്. ഹാരപ്പ, മോഹൻജദാരോ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരത്തിനും ഈജിപ്ഷ്യൻ സംസ്കാരത്തിനും ഈക്വലായ ഒരു സംസ്കാരമാണ്. അത് ഹിന്ദു സംസ്കാരമാണോ? അത് ഹിന്ദു സംസ്കാരമല്ല, ദ്രാവിഡ സംസ്കാരമാണ്.
ഹിന്ദു സംസ്കാരം എന്ന് ഇവിടെ എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരം എന്ന് ആളുകൾ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമേ യഥാർത്ഥത്തിൽ അങ്ങനെ. ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണി സംസ്കാരം, വർണ്ണ സംസ്കാരം, ജാതി സംസ്കാരം, അതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംസ്കാരം നിലനിൽക്കുന്ന രാജ്യത്ത് അസമത്വവും അടിമത്വവും ഒരിക്കലും മാറത്തില്ല. മറ്റ് മതങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ബുദ്ധമതം ലോകത്ത് ആരും പ്രചരിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് പടർന്നു കയറുന്നത്? അതിൻ്റെ ഫിലോസഫിയാണ്. ബുദ്ധമതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതും സത്യത്തിന് നിരക്കുന്നതും ആധുനിക ശാസ്ത്രത്തിന് നിരക്കുന്നതുമാണ് അതിൻ്റെ ചിന്തകൾ, ബുദ്ധൻ്റെ ചിന്തകൾ. ആ ചിന്തകൾക്കാണ് ഈ ബുദ്ധ മാർഗം എന്ന് പറയുന്നത്. അതൊരു മതമായിട്ടും നമുക്ക് ഊഹിക്കാം, മാർഗമായിട്ടും ചെയ്യാം. രണ്ട് രീതിയിലും സ്വീകരിക്കാം, രണ്ടും ശരിയാണ്, ഒന്ന് മാത്രമല്ല. അംബേദ്കറിലേക്ക് ബുദ്ധചിന്തകൾ എങ്ങനെ വന്നു ചേർന്നു എന്നാണ്? ബുദ്ധന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ചരിത്രപുരുഷൻ എന്ന് പറഞ്ഞാൽ ജൈനനാണ്, വർത്തമാന മഹാവീരൻ. ബുദ്ധന്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫിയും ബുദ്ധ ഫിലോസഫിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വർണ്ണത്തെ അനുകൂലിക്കുന്നില്ല ജൈനൻ, അതുപോലെ തന്നെ ജാതിയെ അംഗീകരിക്കുന്നില്ല ജൈനൻ, അതുപോലെ പലതിനെയും ജൈനൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ബുദ്ധിസം പൊന്തി വരുന്നത് ബാബാസാഹേബ് അംബേദ്കറുടെ കാലത്തോടുകൂടിയാണ്. ബാബാസാഹേബ് അംബേദ്കറുടെ ഇനാൻസിപ്പേഷൻ ഓഫ് അൺടച്ചബിൾസ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് 200 മുതൽ AD 600 വരെ ഇവിടെ നടന്ന ഒരു ആഭ്യന്തര കലാപത്തിലൂടെയാണ് ബുദ്ധിസ്റ്റുകൾ പരാജയപ്പെട്ടു പോയത്. ആ ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് അശോക ചക്രവർത്തിയുടെ പരമ്പരയിൽപ്പെടുന്ന ഒരു രാജാവിൻ്റെ ഭാര്യയുടെ അച്ഛൻ ഒരു ബ്രാഹ്മണനായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാൾ ഈ രാജാവിനെ കൊന്നതോടുകൂടി ബുദ്ധിസ്റ്റുകളും ബ്രാഹ്മണരും തമ്മിൽ ആഭ്യന്തര കലാപം തുടങ്ങി. AD 200 മുതൽ 600 വരെ. ഈ ആഭ്യന്തര കലാപത്തിൽ ബ്രാഹ്മണർ ജയിച്ചു, ബുദ്ധിസ്റ്റുകൾ തോറ്റു. ഇമാൻസിപ്പേഷൻ ഓഫ് അൺടച്ചബിൾസ് എന്നുള്ള പുസ്തകത്തിലാണ് ഇതുള്ളത്. ആ വായിച്ചാലറിയാം, ബാബാ സാഹിബ് പറഞ്ഞിട്ടുള്ള, അതിനെ ആരും ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ബ്രാഹ്മണരും ഇവർ തമ്മിലുണ്ട്. അങ്ങനെ ഈ ബുദ്ധിസ്റ്റുകളുടെ അടിമകളും അയത്തക്കാരുമായി കുറേ പേര് നാട് വിട്ടുപോയി. അങ്ങനെയാണ് ഇവിടെ ക്ഷയിച്ചു പോയത്. രണ്ടാമത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബാബാ സാഹിബ് അംബേദ്കർ വന്നതിന് ശേഷം. അംബേദ്കർ അമേരിക്കയിലും ലണ്ടനിലും ജർമ്മനിയിലും പോയി വിദേശ വിദ്യാഭ്യാസം, അക്കാലത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയ മഹാപണ്ഡിതനും മഹാതൃഷ്ണശാലിയുമായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത്. അതായത് അദ്ദേഹം നോക്കിയപ്പോഴാണ് ഈ ബുദ്ധിസത്തിൻ്റെ, നമ്മുടെ ഭരണഘടന എടുത്താൽ ഭരണഘടനയിലെ നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ കൊടുത്തിരിക്കുന്ന മുദ്ര പിന്നെ ചിഹ്നം അശോകൻ്റെ ചക്രമല്ലേ. അശോകനെ പോലെ ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അശോക ഈസ് ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. അശോകന് തുല്യനായ ഒരു ഭരണാധികാരി ഇല്ല. ആ അശോകൻ്റെ ചക്രമാണ് നമ്മൾ ദേശീയ ചിഹ്നമായി കാണിക്കുന്നത്. അതായത് സാരനാഥ് ബുദ്ധക്ഷേത്രത്തിലെ സ്തൂപമുണ്ട്, അശോകൻ്റെ സ്തൂപം. ആ സ്തൂപത്തിൽ സ്തംഭത്തിൽ കാണുന്നതാണ് 4 സിംഹങ്ങൾ 4 ദശയിലേക്ക് ഇരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് അശോക ചക്രവും ഒരു കാളയും ഒരു കുതിരയും ആനയും ഒക്കെ കാണുന്നത്. അതാണ് സ്തംഭം. അശോകൻ്റെ പീരീഡ്. ആ അശോകൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ബുദ്ധിസം നടന്നത്. അശോകൻ്റെ ചരിത്രം തന്നെ നമുക്ക് കിട്ടുന്നത് സിലോണിൽ നിന്നാണ്. ഇവിടെ ആ ചരിത്രം ഇല്ലാതാക്കി കളഞ്ഞു ഇവിടെ ഉള്ളവർ. അതാണ് സംഭവിച്ചത്. ഇവിടെയുള്ള സവർണർ, ഇവിടെയുള്ള സവർണർ അവർ തന്നെയാണ് ഈ ചരിത്രമെല്ലാം മാറ്റിമറിച്ച് ഇല്ലാതാക്കി. ഇവിടെയുള്ള ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന ആളുകൾ, ഇപ്പം പകുതി കുറേ ഉള്ളൂ എങ്കിൽ പോലും വരുന്ന അൺടച്ചബിൾസ് എന്നറിയപ്പെടുന്ന ആളുകളെ മുഴുവൻ അൺടച്ചബിൾസ് ആക്കുകയും അയച്ചജാതിക്കാരായും അവൻ്റെ ഭൂമി പിടിച്ചു പറിക്കുകയും അവൻ്റെ പെണ്ണുങ്ങളെ നശിപ്പിക്കുകയും അവനെ നശിപ്പിച്ചത് ഈ സവർണരാണ്. ആ ബ്രാഹ്മണിസം, ആ ഇസമാണത്. അത് നിലനിൽക്കുന്ന കാലം ഇതിങ്ങനെ പോകും. അതിനെ സംശയിച്ചിട്ട് എല്ലാം ബ്രാഹ്മണർസാണല്ലോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് മുതലേ അറിവിൽ അതൊക്കെയാണല്ലോ. അല്ലാതെ ഇതിന് മുമ്പ് അതൊക്കെ പിന്നെ ഇവിടുത്തെ സ്വദേശികളുടേതായിരുന്നു എന്നാണോ താങ്കൾ? ഇവിടെയുള്ള ക്ഷേത്രങ്ങള് ശബരിമല ക്ഷേത്രം ശാസ്താ ക്ഷേത്രമാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ബുദ്ധൻ എന്ന അർത്ഥം. ഇവിടെയുള്ള ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ
എല്ലാ ക്ഷേത്രങ്ങളും, പഴയ എല്ലാ ക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു. ദേവീക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് മഹാമായയുടെ പേരിലുള്ള അമ്മേ മഹാമായ എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ളതാണ് സ്ത്രീ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങൾ. അതുപോലെ നമ്മുടെ കാവുകളിലും അമ്മേ മഹാമായയാണ് സങ്കല്പിച്ചിരുന്നത്. അല്ലാതെ അവരുടെ ഹിന്ദുക്കളുടേതായ ഒരു ക്ഷേത്രമോ ഹിന്ദുക്കളുടേതായ അവർക്ക് എടുത്തു പറയത്തക്ക ഒരു സംസ്കാരമോ ഇവിടെ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ചുമ്മാതാണ്. ഒരു ചരിത്രകാരനും അത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഹിന്ദു മതം കേരളത്തിൽ ഈ സവർണറിലൂടെ കടന്നു വന്ന് സവർണർ കൊണ്ടുവന്ന് ഇവിടെയുള്ള തദ്ദേശീയരെ അടിമകളാക്കി അൺടച്ചബിലിറ്റിക്ക് വിധേയരാക്കി മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലാത്തവരാക്കി. അതിനുശേഷം കേരളത്തിലൊരു സാമൂഹിക പരിഷ്കരണം ഉണ്ടായി. മാറുമറയ്ക്കൽ സമരം അങ്ങനെ ആ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ചരിത്രം എന്തായിരുന്നു? അതിനുശേഷം അത് സ്വാതന്ത്ര്യാനന്തരം വരുന്നത്. അതെ, സ്വാതന്ത്ര്യാനന്തരവും പിന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ പല യുദ്ധങ്ങൾ നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നപ്പോഴും. ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി സമരം ചെയ്തത് ശരി തന്നെ. പക്ഷേ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ആളുകൾ നാട്ടുകാരനെ സ്വതന്ത്രനാക്കാൻ ശ്രമിച്ചില്ലല്ലോ. നാട്ടിൽ അടിമത്വം അനുഭവിക്കുന്നവനെ അവന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചില്ല. ബാബാസാഹേബ് അംബേദ്കറാണ് പറഞ്ഞത് നാട്ടിലുള്ളവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ബ്രിട്ടീഷുകാരൻ പോയാൽ മതിയെന്ന്. നാട്ടിൽ അപ്പോഴാണ് ഗാന്ധി തിരിഞ്ഞ് ചിന്തിച്ചത് ഇത് ശരിയാണെന്ന്. പിന്നെയാണ് ഹരിജനോദ്ധാരണം, അങ്ങനെയാണ് ഗാന്ധി തുടങ്ങിയത് തന്നെ. ഹരിജനങ്ങളെ ഉദ്ധരിച്ചിട്ട് ഇനി മതി. അങ്ങനെ ഹരിജനങ്ങളെ ഉദ്ധരിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞൊക്കെയാണ് അംബേദ്കറും ഗാന്ധിയുമായിട്ടൊരു ധാരണയിലെത്തിയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് തന്നെ. നമ്മൾ ചരിത്രം വായിക്കണം, ചരിത്രം വളച്ചൊടിക്കരുത്. നേരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. അറിഞ്ഞത് അങ്ങനെയാണ് നമ്മൾ വായിച്ചറിയുന്നതും നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം സാമൂഹിക പരിഷ്കർത്താക്കളുടെ അത് ഇന്ത്യയിൽ മുഴുവനും ഉണ്ടായിട്ടുണ്ട്. തെക്കൻ സംസ്ഥാന കേരളം, തമിഴ്നാട് എല്ലായിടത്തും സാമൂഹിക പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പല വ്യക്തികളുടെ പേരുകളും എടുത്ത് പറയപ്പെടുന്ന വ്യക്തികളുണ്ട്. അല്ലാതെ പോയിട്ടുള്ള വ്യക്തികളും താങ്കളുടെ അറിവിലുണ്ടാവാം. അവരുടെയൊക്കെ സ്വാധീനം എങ്ങനെയായിരുന്നു? അവരുടെ സ്വാധീനം കൊണ്ടാണ് ഇത്ര ഈ ലെവലിലെങ്കിലും നമ്മൾ വന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ അയ്യങ്കാളി, നാരായണഗുരു തുടങ്ങിയ ആളുകൾ, എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ വൈകുണ്ഠസ്വാമി, അങ്ങനെ ഒരുപാട് സ്വാമിമാരുണ്ട്. അവരുടെ എല്ലാം ശ്രമഫലമായിട്ടാണ് ഈ സാമൂഹ്യ പരിഷ്കരണം കേരളത്തിൽ കഴിഞ്ഞ ഒരു 100 കൊല്ലമെന്ന് കണക്കാക്കാം വന്നിട്ടുള്ളത്. അല്ലാതെ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ ഒരു സംഭാവനയാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. സവർണ ഹിന്ദുക്കളും അല്ലല്ലോ അയ്യങ്കാളിയും പിന്നെ വൈകുണ്ഠസ്വാമിയും ഒന്നും സവർണ ഹിന്ദുക്കളും അല്ലല്ലോ. പക്ഷെ സവർണ ഹിന്ദുക്കൾ ഈ കാര്യം മനസ്സിലാക്കി അവർക്കും ഗുണം വരുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിനൊക്കെ അവരും പങ്കെടുത്തിരുന്നു. മാന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. കേളപ്പൻ തുടങ്ങിയ ആളുകളും പങ്കെടുത്തിരുന്നു. ആ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വരവും പിന്നെ ഈ അൺടച്ചബിലിറ്റി ഐറ്റത്തിന് എതിരായ സമരമായിരുന്നു. അവരുടെ പ്രവർത്തനവും ഒരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും വഹിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും വഹിച്ചിട്ടുണ്ട്. സാമൂഹ്യ സംഘടനകൾ SNDP, NSS തുടങ്ങിയ സംഘടനകളും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മാറ്റമാണ് ഈ കാണുന്നത്. അല്ലാതെ സവർണർ എന്ന് പറയുന്നത് ബ്രാഹ്മണനൊന്നും സംഭാവന ചെയ്തിട്ടല്ല. ഇത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ബ്രാഹ്മണന്റെ സംഭാവനയല്ല. ബ്രാഹ്മണന്റെ സംഭാവനയിലൂടെ നമുക്ക് അടിമത്വം മാത്രമേ ഉള്ളൂ. അതായത് ഹിന്ദു മതത്തിന്റെ സംഭാവനയിലൂടെ അടിമത്വം മാത്രമേ ഉള്ളൂ. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊരു സംഭാവനയും ഹിന്ദു മതം നമുക്ക് ചെയ്തിട്ടില്ല. അടിമത്വം. പിന്നെ ഭരണഘടന വന്നു. ബാബാസാഹേബ് അംബേദ്കർ അല്ല ഭരണഘടന എഴുതിയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട്. അല്ലാടി കൃഷ്ണയ്യരോ TT കൃഷ്ണമാചാര്യയോ ഭരണഘടന എഴുതിയിരുന്നെങ്കിൽ മനുസ്മൃതി തന്നെ പകർത്തി വയ്ക്കുമായിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അംബേദ്കർ എഴുതിയത് കൊണ്ട് അതിനകത്ത് ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും മതന്യൂനപക്ഷത്തിനും ഐത്തജാതിക്കാർക്കും പട്ടികജാതിക്കാർക്കും ഒക്കെ പല പരിരക്ഷകൾ വന്നു. പക്ഷെ ഈ പരിരക്ഷ ഒന്നും നടപ്പിലായില്ലല്ലോ. അതെല്ലാം നടപ്പിലായിരുന്നെങ്കിൽ ഇന്ന് സ്വർഗമായിരുന്നല്ലോ നമ്മുടെ രാജ്യം. അപ്പോ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പരിരക്ഷ നടപ്പിലാക്കാൻ എന്തൊക്കെ
ആണ് ഈ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പിന്നെ അംബേദ്കർ, ഇന്ത്യയിലെ അംബേദ്കർ അനുയായികളും അംബേദ്കർ പിന്നെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മതം, ബുദ്ധൻ്റെ ചിന്തകൾ, ആ ചിന്തകൾ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരണം എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അറിയാമോ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, തുല്യനീതി. ഇത് ഫ്രഞ്ച് വിപ്ലവകാരികൾ ഉയർത്തിയ മുദ്രാവാക്യമാണ്. പക്ഷേ ഇത് എവിടുത്തെ ആര് പറഞ്ഞ മുദ്രാവാക്യമാണെന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് അറിഞ്ഞുകൂടാ. ഇത് ബുദ്ധൻ്റെ സന്ദേശമാണ്. ബാബാസാഹേബ് അംബേദ്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ബുദ്ധ സന്ദേശമാണ്. ബുദ്ധൻ്റെ സന്ദേശമാണ് ഭരണഘടനയുടെ ആമുഖം വിളംബരം ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവരും സമന്മാർ, എല്ലാവരും സഹോദരന്മാർ, എല്ലാവർക്കും നീതി. അന്ന് വരെ ഇല്ലാത്ത ഒരു മുദ്രാവാക്യമായിരുന്നു. അത് ബുദ്ധൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം നടപ്പിലാക്കിയ ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗരാജ്യമാണ് ഇന്ത്യ. ഒരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട.